ഹായ്. ഞാനിത് സംസാരിക്കാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റാണ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഓക്കെ, സംതിങ് ഐ എം ഡൂയിങ് ഫോർ ഒരു ചെറിയ ലെവലിൽ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എൻ്റെ ജോബ് മെയിൻലി ഇതാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ക്ലറിക്കൽ ജോബ് ചെയ്യുക പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഹ്യൂമൻ റിസോഴ്സ് റോൾ വെരി ഡിഫിക്കൽട്ട് തിങ് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട്. ക്ലറിക്കൽ ജോബ് എത്ര വേണമെങ്കിൽ ചെയ്യാം, എത്ര ടഫായിട്ടുള്ളത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് ജോബ് നമ്മളെ പണിയെടുക്കുന്ന ഒരു ജോബാണ്. ഓക്കെ, ഇറ്റ്സ് ഗോയിങ് ടു ടെസ്റ്റ് യുവർ നമ്മുടെ പേഷ്യൻസ്, നമ്മുടെ സ്ട്രെസ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യുന്ന ഒരു ജോബാണ് ഹ്യൂമൻ റിസോഴ്സ് ജോബ്. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കേണ്ടത്, എത്ര ഡിഫിക്കൽട്ടായിട്ട് ക്ലറിക്കൽ ജോബ് ചെയ്യാനും കുഴപ്പമില്ല, പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ഓക്കെ, എന്തുകൊണ്ട് ചോദിച്ചാൽ ഇപ്പോൾ ക്ലറിക്കലായിട്ടുള്ള ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അതിൻ്റെ സ്കിൽ അച്ചീവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, എനിക്ക് ഈ വർക്ക് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം, ഏത് സമയത്ത് വേണമെങ്കിൽ ചെയ്യാം, എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാം, ഏത് രീതിയിൽ വേണം. കാരണം ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ജീവനില്ലാത്ത വസ്തുവിനെ കൊണ്ടാണ്. ഓക്കെ, അതായത് വർക്കിന് ജീവനില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിൽ എനിക്കതിൽ കാട്ടിക്കൂട്ടാം. ഓക്കെ, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യാം, എൻ്റെ ടൈമിനനുസരിച്ച് ചെയ്യാം, എന്ത് വേണമെങ്കിൽ എനിക്ക് ചെയ്യാം. പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് ജോബ്, അതായത് വൺസ് ഒരു ക്ലറിക്കൽ ജോബ് വൺസ് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ജോലി ചെയ്യേണ്ടത്, ഒരു കാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പഠിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ അതിൽ വേറെ പണിയൊന്നുമില്ല. ഇതന്നെ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ, എവറി ഡേ അല്ലെങ്കിൽ എവറി ഇയർ ഇത് റിപ്പീറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ വരുത്തേണ്ട ചേഞ്ചുകൾ വളരെ കുറച്ചായിരിക്കും. വളരെ മൈനറായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നല്ലാതെ പിന്നീട് നമ്മൾക്ക് അതൊന്നും വലിയ മാറ്റങ്ങളോ, അതായത് പിന്നീട് വലിയ എഫേർട്ട് ഒന്നുമില്ല. വൺസ് ഇത് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് ജോബിൽ അങ്ങനെയല്ല. എവറി ഡേ യു ആർ അണ്ടർ ദ ട്രെൻഡ്. എവറി ഡേ, എല്ലാ ദിവസവും നമുക്ക് ഫ്രഷ് പ്രിപ്പറേഷൻ വേണം. ഓക്കെ, എല്ലാ ദിവസവും യു ഹാവ് ടു കം വിത്ത് എ മൈൻഡ്, യു ഹാവ് ടു ലേൺ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. അല്ലെ, പീപ്പിൾസിനെ ഹാൻഡിൽ ചെയ്യുക പറഞ്ഞാൽ അത്ര ഈസി ടാസ്ക് അല്ല. അത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു ജോബ് നമ്മൾ ചെയ്യാൻ പഠിച്ചാൽ ഇതേ സാധനം വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ മനുഷ്യന്മാരെ എല്ലാവരും ഒരേ ആൾക്കാരല്ല. ഓക്കെ, മനുഷ്യന്മാർ ഡിഫറെൻറ്റ് നോളജ് ഉള്ള വ്യക്തിയാണ്, ഡിഫറെൻറ്റ് തിങ്ക് ഉള്ള വ്യക്തിയാണ്, ഡിഫറെൻറ്റ് ഫീലിംഗ് ഉള്ള വ്യക്തിയാണ്, ഡിഫറെൻറ്റ് ഇമോഷൻ ഉള്ള വ്യക്തിയാണ്, ഡിഫറെൻറ്റ് ഡിസൈർസ് ഉള്ള വ്യക്തിയാണ്, ഡിഫറെൻറ്റ് എബിലിറ്റി ഉള്ള പീപ്പിൾസാണ്. ഈ പീപ്പിൾസിനെ എല്ലാം ഒരു ഇതിലേക്ക് കൊണ്ടുവരാണ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് 5 വർക്ക് ഉണ്ടെങ്കിൽ 5 വർക്കിന് ഒരേ സ്കില്ല് ആവശ്യമുള്ളൂ. ഓക്കെ, ഇപ്പോൾ വർക്കിന്റെ ബേസിൽ നോക്കുന്ന സമയത്ത് എനിക്ക് 5 വർക്കിന് ചിലപ്പോൾ അന്വേഷണം സെയിം സ്കില്ലാണ്. ഈ ഒരു സ്കില്ല് എനിക്കുണ്ടെങ്കിൽ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാം. പക്ഷേ ഹ്യൂമൻ റിസോഴ്സിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. 5 പീപ്പിൾസ് 5 പോലത്തെ ആൾക്കാരായിരിക്കും. ഓക്കെ, 5 പീപ്പിൾസ് 5 പോലത്തെ ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ രീതി നമുക്ക് ഒരു പോയിന്റ് വെച്ചിട്ട് ഒരിക്കലും എല്ലാവരെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാവരെയും ബെറ്റർ ആക്കാനും പറ്റില്ല, അല്ലെങ്കിൽ എല്ലാവരെയും ഒരു രീതി കൊണ്ട് നടക്കാനും പറ്റില്ല. അത് വളരെ കാരണം ഓരോ വ്യക്തിയും ഓരോ വ്യക്തിന്റെ നീഡ് ഡിഫറൻസ് ആയിരിക്കും, ഓരോ വ്യക്തിന്റെ എബിലിറ്റി ഡിഫറൻസ്, ഇതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് നമുക്ക് അതിൽ ബെറ്റർ ആക്കാൻ പറ്റില്ല. നമ്മൾ അത് ഭയങ്കരമായിട്ട്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു നമ്മളൊരു ക്ലറിക്കൽ ജോബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കൽ പണി പഠിച്ചാൽ മതി. ഓക്കെ, വൺസ് നീ പഠിച്ചു കഴിഞ്ഞാൽ അവസാനം വരെയും ജസ്റ്റ് റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ എവറി ഡേ എണിച്ചിട്ട് നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻ കൊടുക്കേണ്ട ആവശ്യമാണ്. അത് ആൾറെഡി നാം ചെയ്യാൻ റിപ്പീറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഹ്യൂമൻ റിസോഴ്സ് ജോബിൽ അങ്ങനെയല്ല. എവറി ഡേ യു ആർ അണ്ടർ ട്രെൻഡ്. കാരണം ഇന്നലത്തെ വ്യക്തിയല്ല ഇന്നുണ്ടാവുക. കാരണം ഹ്യൂമൻസ് മാറിക്കൊണ്ടേയിരിക്കും. ഹ്യൂമൻസിന്റെ എവറി ഡേ നീഡ് മാറിക്കൊണ്ടേയിരിക്കും. ഇന്നലത്തെ പോലെ ചിന്തയായിരിക്കും ഇന്നത്തെ, അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, നമ്മുടെ തോട്ടിന് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. എവറി ഡേ നമ്മൾ ഒബ്സർവ് ചെയ്ത് എന്താണ് സിറ്റുവേഷൻ എന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇപ്പോൾ വർക്കിന്റെ കാര്യത്തിൽ നമ്മൾ കൊല്ലങ്ങൾക്ക് പഠിച്ച കാര്യമാണെങ്കിൽ പോലും ഇപ്പം അത് മതി. ഓക്കെ, പക്ഷേ ഹ്യൂമന്റെ കാര്യത്തിലല്ല. ഹ്യൂമൻ എവറി ഡേ എന്ന് പറയുന്നത് ഓരോ മണിക്കൂറിലുള്ള ആൾക്കാർ ചിന്ത വേറായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഹ്യൂമന്റെ രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരു പോയിന്റ് വെച്ച് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അല്ലേ, നമുക്ക് ഒരു ഡിസിഷൻ നമ്മൾ എടുത്ത് തന്നെ ഈ ഡിസിഷൻ വെച്ചിട്ട് കുറച്ച് പേർക്ക് ഫേവറങ്ങളായിരിക്കും, കുറച്ച് പേർക്ക് അൺഫേവറബിൾ. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ എല്ലാവരും ഫേവർ ചെയ്യണം, എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള ഒരു ഡിസിഷൻ നമുക്ക് ഈ ലോകത്ത് ആർക്കും എടുക്കാൻ പറ്റില്ല. Whenever you taking a decision, it's going to be some favor some people, it will disfavor some people. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ പറഞ്ഞാൽ ഈ ഡിസ്ഫേവർ ചെയ്യുന്ന വ്യക്തികൾ എപ്പോഴും നമുക്ക് എഗെയിൻസ്റ്റ് നിൽക്കും. ഓക്കെ, നമ്മുടെ എഗെയിൻസ്റ്റ് നിൽക്കും. എനിക്ക് ഒരു വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ഡിസ്ഫേവർ ഒന്നുമില്ല, ഒരു വ്യക്തിക്കും ഫേവർ ചെയ്യാൻ അങ്ങനെ തോട്ടേ എൻ്റെ ഇല്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് യു ഹാവ് ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ ചിലത് ചിലപ്പോൾ ഫേവറബിൾ പോകും, ചില വ്യക്തികൾ ഡിസ്ഫേവറിൽ പോകും. അതിനനുസരിച്ച് ഞാൻ ചിന്തിക്കാറുള്ളൂ. പക്ഷേ എപ്പോഴും ഡിസ്ഫേവറിംഗ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് നമ്മൾ ഒരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വരും, ഒരുപാട് ജഡ്ജ്മെന്റുകൾ ഫേസ് ചെയ്യേണ്ടി. ഇറ്റ്സ് നോട്ട് ഈസിയസ്റ്റ് ടാസ്ക്. എല്ലാവരും പറയും ഇത് ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ പോരെ പറയുമ്പോൾ
ഒരുപക്ഷെ ഈ വ്യക്തിക്ക് അങ്ങനെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ മറ്റേ വ്യക്തിക്ക് അതായിരിക്കില്ല. ഈ വ്യക്തിക്ക് ഈ രീതി ചെയ്തു കൊടുത്തതിനാൽ ഓട്ടോമാറ്റിക്കലി മറ്റേ വ്യക്തി ചോദ്യം വരും. ഓക്കെ, എങ്ങനെ പോയാലും നമുക്ക് ചോദ്യം വരും, എങ്ങനെ പോയാലും നമുക്ക് ക്രിറ്റിസിസം വരും എന്നുള്ളതാണ് ഈ ജോബിന്റെ പ്രത്യേകത. ഓക്കെ, കാരണം എല്ലാവരും സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ആക്ഷനും നമുക്കില്ല. അപ്പോൾ ഞാൻ എന്നോട് തന്നെ എപ്പോഴും മുൻകൂട്ടി പറയാവുന്ന ഒരു കാര്യമാണ്, യു ആർ ഗോയിങ് ടു ബി ക്രിറ്റിസൈസ്ഡ്. ഈ സ്റ്റാൻഡിൽ ഈ ഡിസിഷനും ഈ ആക്ഷനും നീ എന്തായാലും ക്രിറ്റിസൈസ് ചെയ്യപ്പെടും. അതായത് നമ്മൾ ഫേവറായിട്ട് പോണ വ്യക്തി നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും അൺഫേവറായിട്ട് പോണ വ്യക്തി എന്തായാലും നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യപ്പെടും, നമ്മളെ ജഡ്ജ് ചെയ്യപ്പെടും. അത് ഷുവറാണ്. അപ്പോൾ ഈ ക്രിറ്റിസിസത്തിന് വേണ്ടി റെഡി ആയിരിക്കുക. വെൻ യു ആർ ടോക്കിംഗ് ലൈക്ക് ദിസ്, വെൻ യു ആർ ആക്ടിങ് ലൈക്ക് ദിസ്, യു റെഡി ഫോർ ദ ക്രിറ്റിസിസം എന്ന രീതിയിലാണ് ഞാൻ പറയാറുള്ളത്. കാരണം ഈ ജോബിന്റെ പ്രത്യേകതയാണ് എപ്പോഴും ക്രിറ്റിസിസം കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലെ. എല്ലാ സമയത്തും നമ്മൾ എന്തെങ്കിലും റോങ് ചെയ്ത് ആ ചെയ്ത് ശരിയായില്ല, ഈ ചെയ്ത് ശരിയായില്ല, അങ്ങനെ ആയത് ശരിയായില്ല. കാരണം നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് ഹ്യൂമൺ ആയിട്ടാണ്. ഒരിക്കലും ഞാനൊരു ക്ലറിക്കൽ ജോബ് ചെയ്യുന്ന സമയത്ത് എന്റെ വർക്ക് വന്നിട്ട് എന്നെ ചീത്ത വിളിക്കാറില്ല, എന്റെ വർക്ക് വന്നിട്ട് എന്നെ ജഡ്ജ് ചെയ്യാറില്ല, എന്റെ വർക്ക് വന്ന് എന്നെ ക്രിറ്റിസൈസ് ചെയ്യാറില്ല. കാരണം ആ വർക്ക് ഈ ജീവനുള്ള വ്യക്തികളായിട്ട് നമ്മൾ എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് ആൾവേസ് റെഡി ഫോർ ദ ക്രിറ്റിസിസം. Okay, and the moment you are not doing something favorable to that person will definitely going to judge you, that person definitely going to criticize you. ആ ക്രിറ്റിസിസിന് വേണ്ടി റെഡി ആയി. പിന്നെ നമുക്ക് ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തികൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല, ഒരു സ്റ്റാൻഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ബാലൻസിങ് ദ സിറ്റുവേഷൻ. ഓക്കെ, എല്ലാ മനുഷ്യരും അവനെ സിറ്റുവേഷൻ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കണം എന്നാണ് എല്ലാ സിറ്റുവേഷനും നടക്കാൻ. എന്നെ സംബന്ധിച്ചാൽ എൻ്റെ ഓവറോൾ ഡ്യൂട്ടി എന്താണ്, എൻ്റെ ഓവറോൾ റെസ്പോൺസിബിലിറ്റി എന്താണ്, അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അതിൽ ആർക്ക് ഡിസ്ഫേവറിങ് പോകണമെന്നോ ആർക്ക് ഫേവറിങ് പോകണമെന്നോ ഞാൻ ചിന്തിക്കാറില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തികളിൽ നിന്ന് ഫേവറബിൾ ആയിട്ടുള്ള നമ്മൾ സ്റ്റാൻഡ് എടുത്തില്ലാണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ക്രിറ്റിസിസം ഫേസ് ചെയ്യണം. ഇറ്റ്സ് നോട്ട് ഈസി. പിന്നെ പല ക്രിറ്റിസിസം ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിരിക്കും, അത് നമ്മളെ ഹേർട്ട് ചെയ്യും, നമ്മളെ വിഷമപ്പെടുത്തും. കാരണം ഞാൻ ചെയ്യുന്ന എൻ്റെ ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ തന്നെ എൻ്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ യു ഹാവ് ടു ബാലൻസ് ഇറ്റ് അല്ലേ, നമ്മൾ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്രിറ്റിസിസമൊക്കെ ഫേസ് ചെയ്യും, ഇങ്ങനെയൊക്കെ വയ്ക്കും. പിന്നെ ഏറ്റവും വിഷമം പറഞ്ഞാൽ ഈ ഒരു ജോലിക്ക് അപ്രീസിയേഷൻ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഒരു ക്ലറിക്കൽ ജോബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അളക്കാൻ പറ്റും ഞാൻ എത്രത്തോളം പണിയെടുക്കും. ഞാൻ ഐ ഡൺ 10 വർക്ക്, ഐ ഡൺ 15 വർക്ക്, ഐ ഡൺ 20 വർക്ക്, ഐ ഡൺ 25 വർക്ക്, ഐ ഡൺ 50 വർക്ക്. ഇത് അളന്ന് ഞാൻ ഇത്രയും മികച്ചതാണെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന ജോലി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എബിലിറ്റി നമുക്ക് ഒരിക്കലും മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യം മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഹാൻഡിൽ ചെയ്യാവുന്നത് എന്നുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ. പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എൻ്റെ കീഴിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരുപാട് വ്യക്തികളുണ്ടായി, ഞാൻ എല്ലാ വ്യക്തികളായിട്ടും സംസാരിക്കും. ഓക്കെ, എല്ലാ വ്യക്തികളായിട്ടും സംസാരിക്കും, എല്ലാ വ്യക്തികളായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യും, എല്ലാവരായിട്ട് ഞാൻ ഫണ്ണി മോഡ് മെയിൻറ്റെയിൻ ചെയ്യും. എല്ലാ വ്യക്തിൻ്റെ ഒരു പ്രൊഫൈൽ എൻ്റെ കയ്യിലുണ്ടാവും. ഓക്കെ, അവർക്ക് ഇഷ്ടമുള്ളത് എന്താണ്, അവർക്ക് ഇഷ്ടമില്ലാത്തത് എന്താണ്, അവരുടെ എബിലിറ്റി എന്താണ്, അവരുടെ ഇന്നബിലിറ്റി എന്താണ്, ഏത് കാര്യങ്ങളാണ് അവർ വിഷമിപ്പിക്കുക, ഏത് കാര്യത്തിലാണ് അവർ വീക്ക്, ഏത് കാര്യത്തിലാണ് അവർ വർക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു പ്രൊഫൈൽ എൻ്റെ കയ്യിലുണ്ടാവും. അതായത് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന വ്യക്തികളായിട്ടുള്ള റിലേറ്റഡ് അതിൻ്റെ പ്രൊഫൈൽ എൻ്റെ കയ്യിൽ, അതിനനുസരിച്ച് ഞാനുള്ള എനിക്ക് ഒരു ബ്ലൈൻഡായിട്ട് എനിക്ക് ഒരാളോട് ബിഹേവ് ചെയ്യാൻ പറ്റില്ല. ഓരോ വ്യക്തിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എൻ്റെ കയ്യിലുണ്ടാവും. ആ ഇൻഫർമേഷനും അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള നോളജ് വെച്ചിട്ടാണ് എനിക്കൊരു ബ്ലൈൻഡായിട്ട് ഒരാളോട് പോയി ബിഹേവ് ചെയ്യാനോ ഇന്ററാക്ട് ചെയ്യാനോ പറ്റില്ല. ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ വ്യക്തികളെക്കുറിച്ചും ഞാൻ ഇൻഫർമേഷൻ ക്യാച്ച് ചെയ്തുകൊണ്ട് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് പോലും ഞാൻ അവരോട് കൺസിഡർ ചെയ്യും. കാരണം ഒരു വ്യക്തിയായിട്ട് നമുക്കൊരു വ്യക്തിയിൽ നിന്ന് ഏറ്റവും മികച്ച ഔട്ട്പുട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയായിട്ട് നമുക്കൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് പ്രൊഫഷണൽ റിലേഷൻ. എനിക്ക് അവരായിട്ട് പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മെയിൻറ്റെയിൻ പേഴ്സണൽ റിലേഷൻഷിപ്പ് ടു മെയിൻറ്റെയിൻ. അതായത് നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അവരോട് അത് ചെയ്യിപ്പിച്ച് ആ ലെവലിലേക്ക് കൊണ്ടുവരുന്നത് യു ഷുഡ് ആ വ്യക്തിയോട് ആ രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്ത് മുൻകൂട്ടി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മളൊരു കാര്യം കൊടുക്കുമ്പോൾ യു ഹാവ് ടു ഡു എന്നതിന് ആ രീതിയിൽ. അപ്പോൾ അവരോട് ഞാൻ പഠിക്കുമ്പോൾ അൺപേഴ്സണൽ അല്ലെങ്കിൽ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള പല ടോപ്പിക്കുകളും സംഭവിക്കും. ഇത് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ സംസാരിക്കുന്നതാണ്. കാരണം അവരെ പ്ലീസ് ചെയ്യണ എന്തെങ്കിലും കാര്യങ്ങൾ, അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് പേഴ്സണൽ ടൈം കൂടെ ഞാൻ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യണം. ബിക്കോസ് ഐ നോ ഐ എം ഗോയിങ് ടു ഹാൻഡിൽ ദിസ് പീപ്പിൾ. ആ വ്യക്തികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബാലൻസ് ദിസ് എന്ന രീതിയിൽ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ വ്യക്തികളായിട്ട് ഇങ്ങനെ പേഴ്സണൽ ടൈം എല്ലാവരുമായിട്ടും, അതായത് ഓരോ പേഴ്സൻ്റെയും ഇഷ്ടം എന്താണ്, അനിഷ്ടം എന്താണ്, പേഴ്സണൽ ഇഷ്ടം. ആക്ച്വലി ഒരു ജോബ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബിക്കോസ് ഐ എം ഡൂയിങ് എ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഐ നോ യു ഷുഡ് ഹാവ് എ ഐഡിയ അബൌട്ട് എ ഹ്യൂമൻ, വാട്ട് ദേ ആർ ലൈക്ക്, വാട്ട് ദേ ആർ നോട്ട് ലൈക്ക്, വാട്ട് ദേ ആർ എബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോളജ് ഉണ്ടാണ്. അപ്പോൾ ഐ ഗോ ആൻഡ് സ്പെൻഡ് വിത്ത് ദാറ്റ് പീപ്പിൾ ആൻഡ് വാട്ട് ഈസ് ദെയർ എബിലിറ്റി ആൻഡ് വാട്ട് ഈസ് അവർക്ക് എന്താ പറ്റാത്ത, അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ എന്താണ്, അതെല്ലാം നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ അവിടെ ബിഹേവ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് ഇതിന്റെ ഒരു ഡിഫിക്കൽട്ട് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്, ഇതിന് അപ്രീസിയേഷൻ ഇല്ല എന്നുള്ളത്. ഓരോ കാര്യത്തിനും നമ്മൾ എഫേർട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ആക്ഷൻ അവിടെ ചെയ്യേണ്ടി വരും. ഒന്ന് പ്രോആക്റ്റീവ് ആക്ഷൻ ചെയ്യേണ്ടി വരും, അപ്പോൾ ഒന്ന് റിയാക്റ്റീവ്. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് റിയാക്റ്റീവ് ആക്ഷൻ. ഓക്കെ, ഒരു പ്രശ്നം വരുമ്പോൾ
അതിന് എന്താണ് ചെയ്യേണ്ടത് നോക്കി അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് റിയാക്റ്റീവ്. പക്ഷേ നമ്മളൊരു ഹ്യൂമൻ റിസോഴ്സ് ജോബിൽ അല്ലെങ്കിൽ ഒരു ഗവർണൻസ് ജോബിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം പ്രോആക്റ്റീവ് ആക്ഷൻസ്, അതായത് ഒരു ഇഷ്യൂസ് വരാതെ അല്ലെങ്കിൽ ഒരു ഒരു ഇഷ്യൂസ് വരാതെ, പ്രോബ്ലംസ് വരാതെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുക അല്ലെങ്കിൽ അങ്ങനെ ഹാൻഡിൽ ചെയ്താണ് നമ്മുടെ മെയിൻ ജോലി. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ഷൻസ് എല്ലാം പ്രോആക്റ്റീവ് ആയിരിക്കും. നമ്മളെല്ലാം ഒരു പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പ്ലാനിങ് ഉണ്ടാവും, ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, അതുകൊണ്ട് ഇത് വേണ്ട, ഇങ്ങനെ ചെയ്താലേ ഇത് ബെറ്റർ ആവും. അപ്പോൾ നമ്മുടെ ആക്ഷൻസും പ്രോആക്റ്റീവ്. അപ്പോൾ പക്ഷേ പല ആക്ഷൻസും എന്നോട് ചോദ്യം ചോദിക്കും, വൈ യു ആർ ഡൂയിങ് ലൈക്ക് ദിസ്, എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ദിസ് ഇസ് മൈ പ്രോആക്റ്റീവ് തിങ്കിങ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഈ ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട്. ആ ഇഷ്യൂ ഒരു കാര്യത്തിൽ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം അത് സോർട്ട് ഔട്ട് ചെയ്യാനുള്ളത് ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക, നെവർ ടേക്ക് ഇൻ ടു എ ഇഷ്യൂ. അപ്പോൾ അതിനുവേണ്ടി എന്താണ് നമ്മൾ മുൻകൂട്ടി ചെയ്യാൻ പറ്റുക എന്നത് ചിന്തിച്ച് നമ്മൾ ഫോർവേഡ് ഇത് വരും. എനിക്ക് പല സിറ്റുവേഷനും ഞാൻ എന്നെ സ്വയം എന്നെ നമുക്ക് മാത്രമേ അറിയുള്ളൂ ഈ ദിസ് പ്രോആക്റ്റീവ് ആക്ഷൻ വിൽ റിഡ്യൂസ് ദ പ്രോബ്ലം, അല്ലെങ്കിൽ ആ ഒരു പ്രോആക്റ്റീവ് ആക്ഷൻസ് കൊണ്ട് മാത്രം നമുക്ക് ആ പ്രോബ്ലം വരാതെ നോക്കാം. ഇപ്പോൾ ഒരു പ്രോബ്ലം വന്ന് അത് സോൾവ് ചെയ്യണ ഒരു ഇതുണ്ടാവും, ആ സോൾവ് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം വരാതെ നോക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. ആ പ്രോബ്ലം വരാതെ വെക്കാൻ നമ്മൾ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം, പല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിനു വേണ്ടിയുള്ള ഫോർവേഡ് ആയിട്ടുള്ള ആക്ഷൻ നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കണം. ഇത് ഈ ചെയ്യണ എനിക്ക് മാത്രമേ അറിയുള്ളൂ, മറ്റൊരു വ്യക്തിക്ക് ഇത് അറിയില്ല. കാരണം മൈ ഡ്യൂട്ടി ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. അതിനുവേണ്ടി ഞാൻ പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും, എന്തിനാണ് അങ്ങനെ ചെയ്യണത്. ബിക്കോസ് അത് നമ്മുടെ ഒരു എബിലിറ്റിയാണ്. അതൊരു സിറ്റുവേഷൻ ഒബ്സർവ് ചെയ്തിട്ട്, സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ട്, ഓക്കെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, എൻഡ് ഓഫ് ദി ഡേ ഇത് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആണ്. അത് ടോട്ടലി ഞാൻ എൻ്റെ ബ്രെയിൻ യൂസ് ചെയ്തിട്ടും എൻ്റെ അനലൈസിങ് സ്കില്ല് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ആ സിറ്റുവേഷൻ ഒരിക്കലും അപ്രീസിയേഷൻ, നമ്മൾ പല ഇഷ്യൂസും അതുപോലെ റിസോൾവ് ചെയ്യും, അല്ലെങ്കിൽ പല ഇഷ്യൂസും വരാതെ നമ്മൾ സൂക്ഷിക്കും. ഇതിനൊന്നും നമുക്ക് അപ്രീസിയേഷൻ എവിടെ നിന്നും വരാറില്ല. അതാണ് ഈ ജോലിക്ക് ക്രിറ്റിസിസം എന്നൊരു സാധനം മാത്രമേ ഉള്ളൂ. ഒരു കാലത്തും അംഗീകാരം ഈ ജോലിക്കില്ല, ഒരു കാലത്തും ഈ അക്സെപ്റ്റൻസ് എന്നത് ഈ ജോലിക്കില്ല. കാരണം എപ്പോഴും നമ്മൾ അണ്ടർത്ത്, അതായത് യു ഹാവ് ടു ഗീവ് പെർഫെക്റ്റ് എന്നുള്ള കാര്യം കൊടുക്കുക. ഒരു കാര്യത്തിലും നമുക്ക് പെർഫെക്റ്റ് ഇതിൽ കൊടുക്കാൻ പറ്റില്ല. യു ഹാവ് ടു ഓൺലി സിറ്റുവേഷൻ ബാലൻസ് ചെയ്തെടുക്കാനേ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തെടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്ഷൻ അതിൽ കാണാൻ നമുക്ക് കഴിയില്ല. നമ്മൾ അതാ പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് ക്ലറിക്കൽ ജോബ് ചെയ്യുമ്പോൾ നമുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റാം, ഞാൻ ഇത്രയും ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത്രയും ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ എത്ര ബാഡായിട്ട് വരുന്ന സിറ്റുവേഷൻ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, എത്ര ബാഡ് സിറ്റുവേഷൻ ഞാൻ വരാതെ നോക്കിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും മറ്റൊരു വ്യക്തിക്ക് അറിയില്ല. കാരണം അത് വരാതെ നോക്കുന്നത് ഞാൻ മാത്രമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി എഫേർട്ട് കൊടുക്കുന്നത് ഞാൻ മാത്രമാണ്. മറ്റൊരു വ്യക്തി അതിൽ ഇഷ്യൂ സംഭവിക്കുമ്പോൾ അറിയുന്നല്ലാതെ ആ ഇഷ്യൂ വരാതെ നോക്കാൻ നമ്മൾ കൊടുത്തിട്ട് എഫേർട്ടോ, അല്ലെങ്കിൽ അതിൽ നമ്മൾ ഇപ്പോൾ പല സിറ്റുവേഷനും പീപ്പിൾസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് വരും. ഓക്കെ, പല സിറ്റുവേഷനും രണ്ട് വ്യക്തികൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ചെയ്യും, ഇതെല്ലാം വർക്കിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ വ്യക്തികൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാതെ നോക്കണം, അവർ തമ്മിൽ വിയോജിപ്പുകൾ വരാതെ നോക്കണം. ഇങ്ങനെയുള്ള പല കാര്യത്തിലും ഞാൻ എഫേർട്ട് കൊടുക്കാറുണ്ട്. കാരണം പല വ്യക്തികൾ അവിടെ ഇഗ്നോർഡ് ആയിട്ട് ഫീൽ ചെയ്യും, അവരെ ഇഗ്നോർഡ് അല്ലാതെ അവരെ ആ ഒരു ഫ്രട്ടേണിറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പല കാര്യത്തിലുള്ള എഫേർട്ട് ഞാൻ കൊടുക്കാറുണ്ട്. ഇതൊക്കെ ആരും എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമല്ല. കാരണം ക്ലറിക്കൽ ജോബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊരു ക്ലറിക്കൽ ജോബ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, യു ഹാവ് ടു ഡു ദിസ്. ഓക്കെ, ഇന്നത് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിയമം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് അത് പഠിച്ചാൽ മാത്രം മതി, അത് പഠിക്കുക, അത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി. അത് പഠിച്ച് തന്നെ എൻ്റെ പണി കഴിഞ്ഞു. ആ ക്ലറിക്കൽ ജോബ് ഹ്യൂമൻ റിസോഴ്സ് ജോബിൽ വരുന്ന സമയത്ത് എനിക്ക് എവിടെയും ഒരുക്കി തന്നിട്ടില്ല, ഈ സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് നീ ചെയ്യേണ്ടത്, ഈ സിറ്റുവേഷൻ വരുമ്പോൾ നീ ഹാവ് ടു ഡു ദിസ്. ഇത് എവിടെയും എഴുതി തന്നിട്ടില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈ എഫക്ട്, ഇറ്റ്സ് ഓൾ അബൌട്ട് മൈ തിങ്കിങ്, ഇറ്റ്സ് ഓൾ അബൌട്ട് മൈ അനലൈസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് മൈ വേ ഓഫ് ഒബ്സർവ് ഇൻ ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ ചെയ്താൽ അതിനാണ് ഞാൻ ഹ്യൂമൻസിനെ പഠിക്കുക. ഓക്കെ, ഹ്യൂമൻസ് ആയിട്ട് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ബെറ്റർ ആയി ചെയ്യാനുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ഐഡിയ അബൌട്ട് ഹ്യൂമൻസ്. അത് നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ പോണ പീപ്പിൾസ് ആരാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി അറിയണം. വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇറ്റ്സ് നോട്ട് അബൌട്ട് നമ്മൾ എന്തെങ്കിലും അവർക്ക് ഇട്ടുകൊടുത്തിട്ട് അത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓരോ വ്യക്തിയുടെ ഇൻട്രസ്റ്റ് എന്താണ്, അൺഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ ഇഷ്ടം എന്താണ്, അനിഷ്ടം എന്താണ്, ഇതിനനുസരിച്ച് വേണം നമ്മൾ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ. അതനുസരിച്ച് വേണം നമ്മൾ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ അവിടെ പോകാനാണ്. അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് കൊടുക്കുന്നുണ്ടാവും. പല എൻ്റെ രീതികളും അതിനുവേണ്ടി ഞാൻ കൊടുക്കാൻ, ഇപ്പോൾ എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന പല വ്യക്തികൾക്ക് അറിയാം, ഞാനൊരു അധികം പീപ്പിൾസായിട്ട് സംസാരിക്കാനോ ഇൻട്രാക്ട് ചെയ്യാനോ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് എപ്പോഴും എൻ്റെ വരിക, നമ്മൾ വന്നമ്മ നമ്മൾ വില പത്തമ്മ പോവമ്മ അപ്പടി ഇരിക്കുന്ന ആളാണ്. പക്ഷേ ബിക്കോസ് ഐ എം ഡൂയിങ് ദിസ് ജോബ്, ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഐ വാണ്ട് ടു ഡു ഇൻ ദ ബെറ്റർ മാനർ എന്ന് ചിന്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പലവിടെയും ഇൻട്രാക്ഷൻ കീപ്പ് ചെയ്യുക, പലരോടും സംസാരിക്കുക, എല്ലാ വ്യക്തികളായിട്ടും വരും. ഇപ്പോൾ ഒരു നമ്മുടെ ഓഫീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ വ്യക്തികളുടെ ഒരു പേഴ്സണൽ സറൗണ്ടിങ്, അവരുടെ സംസാരം എന്നവരെ ആ ഒരു റൗണ്ടിങ്ങിൽ മാത്രം. ഞാൻ ഒരു വ്യക്തിയായിട്ടും കമ്പനി ആകില്ല. ഓക്കെ, ഒരു വ്യക്തിയായിട്ട് ഞാൻ ക്ലോസ് ആകില്ല, ഒരു വ്യക്തിയായിട്ടും
ഒരു ഗ്രൂപ്പിലേക്ക് ഞാൻ ചേരില്ല. ഓക്കെ, ഇതൊക്കെ എൻ്റെ ജോലിയെ എഫക്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. ഒരു വ്യക്തിയായിട്ടും കൂടുതൽ ഒരു പർട്ടിക്കുലർ ടൈമുണ്ട്, ആ ടൈമിൽ അപ്പുറം പ്രൊഫഷണൽ കാര്യങ്ങൾ ഞാൻ സംസാരിക്കില്ല. അവരെന്തെങ്കിലും എന്നോട് കാര്യം വന്ന് സംസാരിക്കും, ഒരു ഒപ്പീനിയൻ ഞാൻ ഒരു കാര്യത്തിൽ ചോദിക്കുകയാണെങ്കിലും ഒരു വ്യക്തിക്ക് അലോ ചെയ്യണ സമയമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഞാൻ ചോദിക്കില്ല. കാരണം എല്ലാ വ്യക്തികളും ഈക്വൽ ആയിട്ടുള്ള ടൈം അപ്ലൈ ചെയ്യും. ആ ഒരു കാര്യത്തിൽ അവർക്ക് ഒപ്പീനിയൻ പറയണമെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് അപ്ലൈ ചെയ്യണം 5 മിനിറ്റ് ആണെങ്കിൽ മറ്റേ വ്യക്തിക്കും 5 മിനിറ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ഒരു വ്യക്തിയിൽ നിന്ന് കൂടുതൽ ഞാൻ ഹിറ്റ് ചെയ്യാൻ ആ വ്യക്തി എന്നെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഞാൻ ആ വ്യക്തിയെ കൂടുതലായി ഇൻഫ്ലുവൻസ് ചെയ്താൽ ഞാൻ ആ വ്യക്തിക്ക് ഫേവറബിളായിട്ട് ചിന്തിക്കുകയുള്ളൂ. ചിലപ്പോൾ മറ്റേ വ്യക്തിക്ക് അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ആക്ച്വലി ഈ വ്യക്തി ഫേവറബിളും ആ വ്യക്തി അൺഫേവറബിൾ ആക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു പർട്ടിക്കുലർ ടൈം മാത്രമേ ഞാൻ ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി ആലോചിക്കും. അതിൻ്റെ അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള എല്ലാവർക്കും ഒരു സ്പേസ് ആണ്. പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരാളെ ഫേവർ ചെയ്യുക മറ്റൊരാളെ അൺഫേവർ, ഇങ്ങനെ ഒരു ഇതില്ല. എൻ്റെ കൺമുന്നിൽ അങ്ങനത്തെ സാധനം എനിക്ക് ഇഷ്ടങ്ങളില്ല. എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും എൻ്റെ ജോബിലേക്ക് ഞാൻ കൊണ്ടുവരില്ല. ഞാൻ ഒരു വ്യക്തികളായിട്ടും കമ്പനി ആകില്ല, ഒരു വ്യക്തികളായിട്ട് ഞാൻ എന്താ പറയുക അവരെനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, ഇവർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ, എൻ്റെ കംഫർട്ട് സോൺ, എൻ്റെ അൺകംഫർട്ട് സോൺ, ഇങ്ങനെ ഒരു സോണെ ഞാൻ കൊണ്ടുവരില്ല. കാരണം എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരെയും ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇവരെല്ലാവരെയും ടേക്ക് കെയർ ചെയ്യാന്നുള്ളതാണ്. ഇവരെല്ലാവരുടെയും നീഡ്, അതിൻ്റെ റോങ് തിങ്, അവർക്ക് എന്തെങ്കിലും നീഡ് വരുന്ന സമയത്ത് ഗോ ആൻഡ് ഹെൽപ്പ് ടു ദം എന്ന ലെവലിലാണ്. അതുകൊണ്ട് എനിക്ക് ആരോടും വ്യക്തിപര താല്പര്യം വരാറില്ല ജോലി ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഞാൻ വൺസ് ആ ഒരു സോണിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ എനിക്ക് എല്ലാവരും തുല്യമായിരിക്കണം. ഞാൻ എല്ലാവരുടെയും നീഡും ഒരേപോലെ കൺസിഡർ ചെയ്യും. കാരണം എൻ്റെ പണി എന്ന് പറഞ്ഞാൽ how to handle these people, all the people, not അവരെ എന്നൊന്നുമില്ല, എല്ലാവരെയും ഹാൻഡിൽ ചെയ്യാം. പക്ഷേ ഐ ടോൾഡ് യു ആൾറെഡി, ദിസ് ഈസ് എ ജോബ്. യു വിൽ നെവർ ഗോയിങ് ടു ഗെറ്റ് എനി കൈൻഡ് ഓഫ് റെക്കഗ്നിഷൻ. യു വിൽ നെവർ ഗോയിങ് ടു ഗെറ്റ് പല സിറ്റുവേഷൻ ഞാൻ ആ സിറ്റുവേഷൻ സൂപ്പറായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തല്ലോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഞാൻ എനിക്ക് തന്നെ ക്ലാപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ആ സിറ്റുവേഷൻ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ഹാൻഡിൽ ചെയ്തെന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ, ആർക്കും അറിയില്ല. ഓക്കെ, സിറ്റുവേഷൻ ഇത് നമ്മുടെ മാൻഡേറ്ററി, അതായത് നമ്മളൊരു പേഴ്സണലായിട്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടത്, ഇത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ എനിക്ക് പല സിറ്റുവേഷനിലും ഐ എം നോട്ട് വില്ലിങ് ടു ടോക്ക് ആണെങ്കിൽ പോലും ഐ എം ഗോയിങ് ടു ടോക്ക്, അല്ലെ ഞാനത് സംസാരിക്കും. എനിക്ക് ഇഷ്ടമല്ല സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പോയി സംസാരിക്കും, ബിക്കോസ് ഇറ്റ്സ് മൈ ഡ്യൂട്ടി. മറ്റവിടെ എൻ്റെ ചോയ്സ് അല്ല ഞാൻ എടുക്കുന്നത്, വേണമെങ്കിൽ ചെയ്യാം. ഞാനെപ്പോഴും ഇത് ചെയ്യേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്. യു ഹാവ് ടു ഗോ ആൻഡ് ഡു ഇറ്റ് എന്ന ലെവലിലാണ്. ഇപ്പോൾ നമ്മൾ ഒരാളെ പേഴ്സണലായി ഹെൽപ്പ് ചെയ്യണോ, ഒരു വർക്കിൽ ഹെൽപ്പ് ചെയ്യണോ എന്ന് വെച്ചാൽ അത് നമ്മൾ പേഴ്സണൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാൻ. പക്ഷേ ഐ ഡു ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് മൈ ഡ്യൂട്ടി എന്ന ലെവലിലാണ്. അപ്പോൾ നമുക്ക് അവിടെ ഓൺലി മൈ ഡ്യൂട്ടി എന്നൊരു ഇതാണ്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അങ്ങനെ ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേസ്റ്റ് ആയല്ലോ എന്നുള്ള തോട്ടുള്ളതാണ്. ഐ ഗീവ് ലോട്ട് ഓഫ് എഫേർട്ട്. സംടൈം ഐ ഫീൽ എൻ്റെ ഒരു എഫേർട്ടിന് എനിക്ക് അംഗീകാരം കിട്ടാറില്ല. അല്ലെങ്കിൽ നോബഡി നോ ഐ പുട്ട് ഇൻ ദാറ്റ് മച്ച് ഓഫ് എഫേർട്ട് കൊടുക്കണം എന്നുള്ള കാര്യം കാണാനോ അല്ലെങ്കിൽ അത് റിയലൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള പീപ്പിൾസ് ഇല്ലാന്ന് തോന്നുന്നു. ബട്ട് ഐ പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ, ടു ഹാൻഡിൽ ദ പീപ്പിൾസ്. ഈവൻ ഒരു പേഴ്സൺ അവിടെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ പോലും ഞാൻ അവരോട് പോയി കോമഡി അടിച്ച് അവരെ ചില്ലാക്കി മാറ്റും. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ദ പേഴ്സൺ ഹു അണ്ടർ മീ ടു ഫീൽ സാഡ്. അല്ലേ, എൻ്റെ കീഴിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ വിഷമിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം അവരും എൻ്റെ ഓവറോൾ ഔട്ട്പുട്ടിനാകും. അപ്പോൾ അവർ വൺസ് ഒരു വ്യക്തി സാഡ് ആണെങ്കിൽ പോലും ഐ ഗോ ആൻഡ് ടോക്ക് ടു ദം, വാട്ട് ഹാപ്പനിങ്, വാട്ട് ഡൂയിങ്, ആൻഡ് ഐ ട്രൈ ടു പുഷ് ദം ടു നെക്സ്റ്റ് ലെവൽ. അല്ലെങ്കിൽ അവർ ഡള്ളായിട്ടിരിക്കാൻ ഞാൻ അനുവദിക്കാറില്ല. ഇറ്റ്സ് ആൾസോ പാർട്ട് ഓഫ് മൈ ഡ്യൂട്ടി എന്ന രീതിയിൽ ഞാൻ കാണാറുള്ളത്. ഇറ്റ്സ് നോട്ട് സംതിങ് പേഴ്സണൽ. ഞാൻ പേഴ്സണലായിട്ടാണ് ചിലപ്പോൾ മൈൻഡേ ചെയ്യില്ല. ആസ് എ പാർട്ട് ഓഫ് മൈ ഡ്യൂട്ടി ഐ ഡു ദാറ്റ് ബിക്കോസ് ഐ വാണ്ട് എവരി വൺ ടു ഡു ബെറ്റർ. പിന്നെ എല്ലാ വ്യക്തികൾക്കും ഐ ടീച്ച് യു ഡു ദി ലൈക്ക് ദിസ്, ഈ ലൈക്ക് ഇതൊന്നും ഞാൻ പേഴ്സണലി ഒരു കാര്യങ്ങളും ചെയ്യാത്തൊരു കാര്യമാണ്. ഐ ഡു ദിസ് ബിക്കോസ് ഇറ്റ്സ് മൈ ഡ്യൂട്ടി ആൻഡ് ടു മാനേജ് പീപ്പിൾ ടു ഒരു സെർട്ടൺ ഇതിൽ മാനേജ് ചെയ്ത് അവരിൽ നിന്ന് ബെറ്റർ ഔട്ട്കം ക്രിയേറ്റ് ചെയ്യാന്നുള്ള എൻ്റെ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യാറ്. ബട്ട് പിന്നെ ഇത് ഏറ്റവും ക്രിറ്റിസിസം കിട്ടുന്ന ഒരു ജോബാണ്. ഇഫ് യു ലുക്ക് ഇൻ ടു ദ ഒരിക്കലും ഒരു മാനേജിങ് ഡ്യൂട്ടിയിലേക്ക് ഫേമസ് പീപ്പിൾസ് വരില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ക്രിക്കറ്റിന്റെ സെലക്ഷൻ ടീം എന്ന രീതിയിലേക്ക് എടുക്കുന്ന സമയത്ത് ഒരിക്കലും അതിലൊരു ഫേമസ് ആയിട്ടുള്ള പേഴ്സൺ സെലക്ഷൻ ആയിട്ട് വരില്ല. ഒരിക്കലും അറിയാത്തൊരു വ്യക്തിയായിരിക്കും എന്താ പറയുക ഒരു സെലക്ഷൻ ആയിട്ടുള്ള വരിക. കാരണം അയാൾക്ക് ഈ ഇന്ത്യയിൽ ഇത്രയും ഉള്ള പീപ്പിൾസിന് 15 വരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി 15 വരെ സെലക്ട് ചെയ്യാൻ ബാക്കിയുള്ളവരെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തതിനുള്ള ക്രിറ്റിസിസം വരും. ഓക്കെ, അപ്പോൾ ഒരു ഫേമസ് പേഴ്സൺ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം വരും. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യയുടെ സെലക്ടർ ആയിട്ട് ഇരുന്ന് തന്നെ സച്ചിൻ എങ്ങനെ അവരോട് ചെയ്തു, സച്ചിൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല, സച്ചിൻ ഇങ്ങനെ ചോദ്യം വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും ക്രിറ്റിസിസം ഉള്ള ഒരു ജോബാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളത്. അപ്പോഴും ഫേമസ് പീപ്പിൾ അതുകൊണ്ട് ആ ജോബ് ചൂസ് ചെയ്യില്ല. കാരണം ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് അധികം ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, ഇപ്പോൾ ഏതോ ഒരു സെലക്ടർ ഉണ്ട് ഇന്ത്യക്ക്, ആ വ്യക്തി എന്ത് ചെയ്യണമെന്ന് ആരും നോക്കാറില്ല. പക്ഷേ ഒരു ഫേമസ് പേഴ്സൺ ആണ് നിൽക്കുന്നിട്ട് ആ ഹ്യൂമൻ റിസോഴ്സ് ജോബ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചെയ്യും. എന്തുകൊണ്ട് സച്ചിൻ അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് സച്ചിൻ ഇന്നയാളെ സെലക്ട് ചെയ്തില്ല, എന്തുകൊണ്ട് ഇത് വരും. അതുകൊണ്ട് തന്നെ ഫേമസ് പീപ്പിൾ ഒരിക്കലും ഹ്യൂമൻ റിസോഴ്സ് ജോബ് ഏറ്റെടുക്കില്ല. കാരണം അവരുടെ സ്റ്റാൻഡ്, അവർ എടുക്കുന്ന എല്ലാ ഡിസിഷനും ചോദ്യം ചെയ്യപ്പെടുന്ന അവർക്ക് അറിയാം. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ജോബിൽ എപ്പോഴും
അൺഫെമിലിയർ ആയിട്ടുള്ള ഫേസേ വെക്കുള്ളൂ. കാരണം അൺഫെമിലിയർ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവും കുറവ് ചോദ്യങ്ങളെ വരുള്ളൂ, ഏറ്റവും കുറവ് എന്താ പറയുക ക്രിറ്റിസിസം വെക്കുള്ളൂ. ഫേമസ് ആയിട്ടുള്ള പീപ്പിൾസ് വരുമ്പോഴാണ് ക്രിറ്റിസിസം കൂടാനും അവിടെ കൂടുതൽ നെഗറ്റീവ്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തത്? ഇപ്പോൾ ആ സൗരവ് ഗാംഗുലി BCCI പ്രസിഡന്റ് വന്നപ്പോൾ തന്നെ എന്തുകൊണ്ട് സൗരവ് ഗാംഗുലി ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു കൊണ്ട് ഒരുപാട് പേരുണ്ട്. ദേ ആർ ഡൂയിങ് ദയർ ഡ്യൂട്ടി. അവർ ചിലപ്പോൾ ആർക്കും ഫേവറബിളും ചിന്തിക്കാറില്ല അവർക്ക്. പക്ഷേ സൗരവ് ഗാംഗുലി അതായതുകൊണ്ട് തന്നെ അത് വരും. അപ്പോൾ ഫേമസിനെ നമ്മുടെ ക്രിറ്റിസിസം കൂടുതലാണ്. ഫേമസ് ആയിട്ടുള്ള പീപ്പിൾ ഒരിക്കലും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരില്ല. കാരണം അവർക്കറിയാം അവർ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്നുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ക്രിറ്റിസിസം കിട്ടുന്ന ഒരു ജോബാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. കാരണം നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഫേവർ ചെയ്യും, ഏതെങ്കിലും ഒരു വ്യക്തിയെ അൺഫേവർ ചെയ്യും. ആ അൺഫേവർ ചെയ്യുന്ന വ്യക്തി എന്തായാലും നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യും, നമ്മൾ എന്തായാലും ജഡ്ജ് ചെയ്യും, എന്തായാലും അവർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് റെസ്പോൺസ് നമുക്ക് തരും. പക്ഷേ യു ഹാവ് ടു ബി റെഡി ഫോർ ദാറ്റ്. ഞാൻ എപ്പോഴും എന്നോട് യു ഹാവ് ടു ബി റെഡി ഫോർ ദ ക്രിറ്റിസിസം, യു ഹാവ് ടു റെഡി ഫോർ ദാറ്റ് ബാഡ് ജഡ്ജ്മെന്റ്. അത്രയും മനക്കെട്ടി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ആ ജോബ് ചെയ്യുന്ന സമയത്ത്. കാരണം എല്ലാ ദിവസവും നമ്മൾ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളൊരു ക്ലർക്ക് ജോബ് ചെയ്യണ പോലെ മുൻകൂട്ടി ഏതെങ്കിലും കാലത്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. എവറി ഡേ വരുമ്പോഴും അന്നത്തെ മൂഡ് എന്താണ്, നമ്മുടെ കൂടെയുള്ള ഒരുപാട് വ്യക്തി അതിൻ്റെയൊക്കെ മൂഡ് എന്താണ്, ഹൗ ദേ ആർ തിങ്കിങ്, അവർ ഓക്കെ ആണോ എന്ന് ഓരോ ദിവസവും നമ്മളിത് ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും നമ്മൾ അതിനനുസരിച്ച് വേണം അന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്യാൻ, എന്ത് ചെയ്യണം എന്ന് ചെയ്യേണ്ട എന്ന രീതിയിലൊക്കെ പ്ലാൻ ചെയ്യാം. ആ പർട്ടിക്കുലർ മൊമെന്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. നമുക്കൊരു അത് പറഞ്ഞത് നിയമം ക്ലറിക്കൽ ജോബിന് സമയത്ത് നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഇന്നതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ജോബ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എവിടെയും എഴുതി തന്നിട്ടില്ല യു ഹാവ് ടു ഡു ദിസ്, യു ഹാവ് ടു ഡോണ്ട് ഡു ദിസ് എന്ന് എവിടെയും എഴുതി തന്നില്ല. യു ഹാവ് ടു ഹാൻഡിൽ ദിസ് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ബ്രെയിൻ അനുസരിച്ചുള്ള എബിലിറ്റി അനുസരിച്ച് നമ്മൾ. പക്ഷെ നമ്മൾ വൺസ് അത് ഹാൻഡിൽ ചെയ്ത് നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികളും അതിന് ജഡ്ജ് ചെയ്യും. ഓക്കെ ഇതുപോലെ എങ്ങനെ ചെയ്തുകൂടെ, അതുപോലെ എങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ ചെയ്തുകൂടെ. എല്ലാവരും വിചാരിക്കുന്നത് ദിസ് ജോബ് ഈസ് വെരി ഈസിയസ്റ്റ് തിങ് ടു ഡു. ദിസ് ജോബ് ഈസ് നോട്ട് ഈസിയസ്റ്റ് തിങ്, ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ് ടു ഡു ബിക്കോസ് യു ആൾവേസ് അണ്ടർ ദ ക്രിറ്റിസിസം, യു ആർ ആൾവേസ് അണ്ടർ ദ ജഡ്ജ്മെന്റ്. ആൻഡ് എന്ത് ചെയ്താലും മെജോറിറ്റി സിറ്റുവേഷൻ യു ഗോട്ട് വളരെ റയർ സിറ്റുവേഷനിൽ യു ഗോട്ട് ടു ഗെറ്റ് ഒരു 10 ഒക്കേഷനിൽ 9 ഒക്കേഷനിൽ യു ഫേസ് ക്രിറ്റിസിസം, 1 ഒക്കേഷനിൽ യു ഗെറ്റ് അപ്രീസിയേഷൻ. ഓക്കെ അപ്പോൾ 1 against 9 എന്നൊരു രീതിയിലാണ്. ഇറ്റ്സ് നോട്ട് ഈസിയസ്റ്റ് തിങ്. നമ്മളെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യിപ്പിക്കും, ബാഡായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും, വിഷമപ്പെടുത്തും, അതൊക്കെ ചെയ്യും. ബട്ട് സ്റ്റിൽ ടുമോറോ വിൽ കം അപ്പ് വിത്ത് എ ന്യൂ ഐഡിയ, അല്ലെങ്കിൽ പുതിയ എനർജി ആയിട്ട് നമ്മൾ കം അപ്പ് ചെയ്യും. ആൻഡ് വി പുട്ട് അവർ എഫേർട്ട് ബിക്കോസ് ഐ ബിലീവ് ഐ എം ഗുഡ് അറ്റ് ദാറ്റ് ആൻഡ് നോബഡി ക്യാൻ ഡു ബെറ്റർ ദാൻ മീ.